ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം. കേരളത്തിൻ്റെ നമ്പർ 1 FM, യെസ്, ക്ലബ് FM-ൽ എഗെയിൻ പ്രണയിക്കുന്നവരുടെ സ്വന്തം നേരമായത് ലവ് ബൈറ്റ്സിൻ്റെ നേരം. കൂടെ റീനു. പുതുമഴയാകുന്ന നിന്നെ ഒരു നോക്ക് കാണുവാൻ ഒരു വേഴാമ്പലിനെ പോലെ എനിക്ക് ദാഹിക്കുന്നു. നീ എൻ അരികിലുണ്ടെന്ന് ഇപ്പോൾ ഞാൻ അറിയുന്നു. രാത്രിയിൽ പൂനിലാവായി നിശാഗന്ധി പൂക്കുന്ന ഈ വേളയിൽ നിനക്കായി ഞാൻ കാത്തിരിക്കുന്നു. നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ അറിയാതെ നിറയുന്നു. ഒരു വേഴാമ്പലിനെ പോലെ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ശരിക്കും അത് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടാണ് തോന്നുക. മഴ കാത്ത് കഴിയുന്ന വേഴാമ്പൽ എന്ന് പറയുമ്പോൾ അത്രയധികം നമ്മൾ അയാളെ പ്രതീക്ഷിച്ചിരിക്കുക എന്നല്ലേ, അത്രയ്ക്ക് അയാൾക്ക് വേണ്ടി കാത്തിരിക്കുക എന്നല്ലേ. പ്രണയത്തെ സ്നേഹിക്കുന്ന അറിയുന്ന എല്ലാവർക്കുമായി ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സിൻ്റെ നേരം. 1 മണി വരെ റീനുവിൻ്റെ കൂടെ. സ്റ്റേ ട്യൂൺ ടു ക്ലബ് FM. കാരണം ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. പിന്നെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഇപ്പോൾ വരും. കേരളത്തിൻ്റെ നമ്പർ 1 FM ക്ലബ് FM-ൽ യെസ്, ഇന്നൊരു ഭയങ്കര സ്പെഷ്യൽ ഗസ്റ്റാണ്. ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരാൾ എനിക്ക് കിട്ടിയേക്കുന്നത്. എൻ്റെ കൂടെ വന്നിരിക്കുന്ന ആളെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ആൾ തന്നെ പറയട്ടെ. നമസ്കാരം, ഞാൻ ഗിന്നസ് പക്രു. ശബ്ദം മാത്രം മതി ആളെ തിരിച്ചറിയാനായിട്ട്. ഗിന്നസ് പക്രു എന്ന് പറയേണ്ട കാര്യമില്ല. ഈ പൊക്കക്കുറവിനെ കുറിച്ച് പറയാത്ത ആരെങ്കിലും ഉണ്ടോ? പൊക്കക്കുറവിനെ കുറിച്ച് പറയാത്തത് ആരുമില്ല, എല്ലാവരും തന്നെ പറഞ്ഞു. അപ്പം അത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് ശരിക്കും ആദ്യമൊക്കെ എന്താ തോന്നിക്കൊണ്ടിരുന്നത്? ഒന്നുമില്ല, കുറവെന്ന് പറഞ്ഞാൽ അത് കുറവ് തന്നെ ആയിരിക്കുമല്ലോ. അതിനെ ഒന്ന് കൂടുതലാക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ജീവിക്കുന്നു. പ്രണയം എന്ന് പറഞ്ഞ പക്രുവിന് എന്താ? എന്നെ സംബന്ധിച്ച് പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു ഫീലിംഗ് തന്നെയാണ്. ഇന്ന് നമ്മുടെ എന്താ പറയുന്നത്, ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു ഫീലിംഗാണ്, ഏറ്റവും മനോഹരമായ ഒരു വികാരമാണ് പ്രണയം. പ്രണയത്തിന് അങ്ങനെ കണ്ണുമൂക്കൊന്നുമില്ല, ആർക്കും ആരെയും വേണമെങ്കിൽ പ്രണയിക്കാം. അതുപോലെ തന്നെ പ്രണയം ഒന്നും ആവശ്യപ്പെടുന്നില്ല, ഒരു മോട്ടീവില്ലാത്ത നിഷ്കളങ്കമായിട്ടുള്ള പ്രണയം, യഥാർത്ഥ പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. സ്ട്രെയിറ്റ് ആയിട്ട് എന്താ പറയുക, ആത്മാവും തമ്മിലുള്ള പ്രണയം എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ പ്രണയങ്ങൾ ഇന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവാം, വളരെ വിരളമാണ്. കാരണം നമുക്കതൊന്നും അളക്കാനുള്ള മെഷീൻസ് ഒന്നും ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ പ്രണയം ഇതേ തീവ്രതയിൽ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ആസ് യൂഷ്വൽ ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കുക. ഫേസ്ബുക്കിൽ ചെന്ന് ക്ലബ് FM കോൺടെസ്റ്റ് പേജിൽ ഞാൻ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിന് ഒരു ഉത്തരം തരണം. ആൻഡ് കേട്ടുകൊണ്ടിരിക്കണം ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM. കാരണം ഇവിടെ മാത്രം 10 കണക്കിന് ലവ്, 10 കണക്കിന് റൊമാൻസ്. ഗിന്നസ് പക്രുവിനെ കുറിച്ച് ഞാനിപ്പോൾ ഒരു കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് ഒരിക്കലും വിട്ടുപോകാൻ പറ്റാത്ത ഒന്നും കൂടിയുണ്ട്. ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ്, കൂടെ റീനു ആൻഡ് ഗിന്നസ് പക്രു. അതെ, കുട്ടിയും കോലും എന്ന് പറയുന്ന സിനിമയെ കുറിച്ചൊന്നും പറയുന്നില്ല. കുട്ടിയും കോലും എന്ന 2 വ്യക്തികൾ തമ്മിലുള്ള, 2 സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധമാണ്. ഇതിനകത്ത് പ്രണയം ഒരു വിഷയം തന്നെയാണ്. കാരണം കുട്ടിക്കാലം തൊട്ടേ പ്രണയം മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു നായകൻ. 2 പേർക്കും ഇല്ല, ഒരു നായകന്. ആ നായകന്റെ പ്രണയം സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുന്ന മറ്റൊരു നായകൻ. സ്വന്തം അനുഭവത്തിൽ നിന്നാണോ? തീർച്ചയായിട്ടും, ഒരുപാട് സത്യസന്ധമായി പറഞ്ഞാൽ തീർച്ചയായും സ്വന്തം അനുഭവത്തിൽ തന്നെയാണ്. എന്നിട്ട് അവസാനം കഥ പറയാൻ പറ്റൂല, കഥ പറയാൻ എന്തായാലും പറ്റില്ല. പക്ഷെ ഒരു കാര്യം പറയാം, കുട്ടിയും കോലും ശരിക്കും ആ ആത്മാർത്ഥമായിട്ടുള്ള പ്രണയത്തിന്റെ എന്തെങ്കിലുമൊക്കെ ചില എലമെന്റുകൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ആ എലമെന്റുകൾ അറിയാൻ എനിക്കും താല്പര്യമുണ്ട്. പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ഒരു കാര്യം പറയട്ടെ, ഇങ്ങോട്ടൊരു മെസ്സേജ് അയക്കണമെങ്കിൽ നമ്പർ 567678 ഫോമാറ്റ് ക്ലബ് C സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ആൻഡ് കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് ഗിന്നസ് പക്രു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. വെൽക്കം ബാക്ക് ടു ലവ് ബൈറ്റ്സ്. ഞാൻ റീനു, എൻ്റെ കൂടെ ഗിന്നസ് പക്രു. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ നമ്മൾ പ്രണയത്തെക്കുറിച്ചാണ് ഒരുപാട് സംസാരിക്കാറ്. അപ്പോൾ ഞാൻ ആദ്യം അത് തന്നെ ചോദിക്കട്ടെ. നമ്മൾ ഈ സ്കൂളിലും കോളേജിലൊക്കെ നടക്കുന്ന സമയത്ത് നമ്മളൊരു പ്രത്യേകതയുള്ള ഒരാളായതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ നമ്മളെ പ്രത്യേകമായിട്ടാണ് നോക്കിക്കൊണ്ടിരുന്നത്. അതെ, പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികളോടൊക്കെ സ്കൂളിൽ ഏറ്റവും കൂടുതൽ കമ്പനി അടിക്കുന്ന ആളും ഞാൻ. അതാണ്, സൗഹൃദമായിരുന്നു. അപ്പോൾ ഇത് മുതലാക്കി പല കാമുകന്മാരും എന്നെ ഹംസമായിട്ട് ഉപയോഗിക്കാറുണ്ടായിരുന്നു. എത്ര ഹംസമായി കാണും? ഒരുപാടല്ല, ഒരു 10-20 പ്രാവശ്യം ഹംസമായിട്ടുണ്ട് സ്കൂളിൽ. ആ സമയത്ത് ഹംസത്തിന്റെ സ്വകാര്യമായിട്ടുള്ളൊരു ദുഃഖമായിരുന്നു. എന്നും ഇങ്ങനെ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് ഹംസമായിരുന്നാൽ മതിയോ, ഇടയ്ക്കൊക്കെ
നമുക്കും വേണ്ടേ സ്വന്തമായിട്ടൊരു എന്നുള്ളൊരു ആഗ്രഹം. ഹംസത്തിനും ഇല്ലേ എന്ന് പറയുന്നത് പോലെ. ഈ ഹംസം ഗിന്നസ് പക്രു ആയതുകൊണ്ട് തന്നെ ഇനി എനിക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. പക്ഷേ ക്ലബ് FM ലവ് ബൈറ്റ്സിലെ ഈ പാട്ടുകൾക്ക് ശേഷം സ്റ്റേ ട്യൂൺ ഫോർ ടൺ കണക്കിന് ലവ്.